എന്റെ അമ്മേ. അതില്ലേ, അതാണ് റേസ് കോഴ്സ്. ഒരു കാലത്ത് ഞാനും ഭയങ്കര റേസ് മാൻ ആയിരുന്നു. ഇപ്പെല്ലാം പൊട്ടി പൊളിഞ്ഞ് താറുമാറായി പോയി. പക്ഷേ സീസൺ ആയില്ല. അതാ കുതിര 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 കുതിരയെ കണ്ടിട്ടില്ലേ? അയ്യോ, നമ്മളെ നാട്ടില് കുതിരയല്ല, പോളിക്കുതിര എന്ന് പറയും. വളരെ ഷോർട്ടായിരിക്കും. ഷോർട്ടല്ലേ? ആ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ ലേക്ക്. നേപ്പാളിലെ സുന്ദരികളായ സ്ത്രീകൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ചാന്ത്, കീന്ത്, കൺമഷി, കിൺമഷി, ഷാള്, കീള്, അത് ഇത് എല്ലാം ഇവിടെ കിട്ടും. നമുക്ക് ഇവിടെ ഇറങ്ങാം. വേണ്ട, പിന്നെ ഇറങ്ങല്ലേ? മാർക്കറ്റ് 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 കഴിഞ്ഞുപോയി. ചവിട്ട് സാറേ, നിർത്ത്. ഇതാണ് ഹണിമൂൺ ഫോറസ്റ്റ്. അത് നോർത്ത് ഫോറസ്റ്റ്, ഇത് സൗത്ത് ഫോറസ്റ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടാണെങ്കിൽ ഇറങ്ങണം, ഇങ്ങോട്ടാണെങ്കിൽ കയറണം. നമുക്ക് ഇറങ്ങണോ കയറണം? നമുക്ക് മുകളിലോട്ട്. ഇന്നിറങ്ങാം. മെല്ലെ 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 സൂക്ഷിച്ച. ഞാൻ കൈ പിടിക്കാം. അത് വേണ്ടല്ലേ? കല്ല് കല്ല് കല്ല്. സാറ് അതിലിറങ്ങി സാറേ. വരി വരി മെല്ലെ. വീഴരുത്, സൂക്ഷിക്കണം. വീഴരുത് വീഴരുത്. അങ്ങനെ ശ്രീരാമൻ എന്തിനാ അവനെ കൂട്ടിക്കൊണ്ടുപോയത്? ഇവിടെയുള്ള സർവ്വ സ്ഥലവും എനിക്കറിയാവുന്നതല്ലേ. ബൊട്ടാനിക്കൽ ഗാർഡൻ, ലേക്ക്, കുതിരപ്പന്തി, മൃഗശാല, പിന്നെ വേറൊരു സ്ഥലമുണ്ട് എന്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഏതാ? സൂയിസൈഡ് പോയിന്റ്. ചെന്ന് നിന്ന് ആത്മഹത്യ ചെയ്യാൻ കൊതി തോന്നും. പറഞ്ഞാ വിശ്വസിക്കില്ല. അവിടെ ചെന്ന് കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അന്നയും കൊണ്ട് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. കൊണ്ടുപോയി അവളെ അപ്പ ചാടും. നിങ്ങളെ ഞാൻ പിന്നെ കൊണ്ടുപോവാം. ഇന്ന് എനിക്ക് വേറെ ചില കാര്യങ്ങളെ. ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വരാം. ചെല്ല് കുളിച്ചിട്ട് വാ. ചെല്ലേ. നിക്ക് പാഞ്ചാലി പാറ. ദേ ഒറ്റ കല്ലിലെ മോൾ ഇതിങ്ങനെ പണിതേക്കണേ. ദേ ഇങ്ങനെ വരും. കണ്ട എന്റെ കൈക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. നിന്റെ നടുവിലൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ തൊട്ട് ഇപ്പുറത്തതേ ഇയാള് പോയില്ലേ? എന്തേ നിന്നിപ്പ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയിരുത്തേ? ഞാൻ നാളത്തെ കംപ്ലീറ്റ് പ്രോഗ്രാം ഫിക്സ് ചെയ്യല്ലേ? നീ അവിടെ നിൽക്ക്, കുറച്ച് നേരം സംസാരിക്കാൻ കേട്ടാ. ശരി, എന്നാ ചെന്നൈക്ക് വന്നാട്ടെ. ഇവരെവിടേക്ക് പോയേ? ഓ, നിനക്കിപ്പോ സമാധാനായില്ല. ഇത്രയും പ്രായമായില്ലേ മനുഷ്യ? അവര് കല്യാണമൊക്കെ കഴിച്ച് ഹണിമൂണിന് വന്നിരിക്കുമ്പോ അവരുടെ അടുത്ത് പോയി വളവളവളവളാണ് സംസാരിച്ചുകൊണ്ട് അത് കാണിക്കാം, ഇത് കാണിക്കാം, മറ്റേത് കാണിക്കാം, മറിച്ചേത് കാണിക്കാം. നിങ്ങൾക്ക് എന്തോ കാണിക്കാൻ അറിയാം? ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? ഉള്ള സമയത്തിന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ഒരു മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒറ്റയടിച്ചോ എന്നെയോ? അല്ല നിന്റെ അപ്പാപ്പനെ. പിന്നെ രക്ഷപ്പെട്ടു. ഇത് ആന്റിക്കാ. ആന്റി തിന്നോ? ആന്റി പിന്നെ കഴിച്ചോളും. മോൻ പൊയ്ക്കോ. ഹൈ, ഈ മണം മാത്രം മതി, എന്തു വേണേലും കഴിക്കാം. എടി അന്നെ, അതിന്റെ മണം പോകുന്നതിന് മുമ്പ് അതിങ്ങ് കൊണ്ടുവന്നേ. എന്തു ആന്റിയുടെ കൂടെ നീ കുക്കിംഗ് ഒക്കെ ഒന്ന് പഠിക്കണം. പോസ്റ്റൽ കട്ട്ലൈറ്റ് ഇത് ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് മതി, പിന്നെ അത്താഴം തുടങ്ങാൻ. എന്റെ കർത്താവേ, എന്ത് പറ്റി? ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്റെ മക്കളെ പ്രാർത്ഥിച്ചോട്ടെ. Grand. Wonderful. കഴിച്ചു നോക്ക്, നല്ല പന്നിനെയ്യിൽ ഉണ്ടാക്കിയതാ. എടുക്കുന്നേ. കുക്കിംഗ് പഠിത്തം ഇന്ന് തന്നെ തുടങ്ങിയാലോ? വേണ്ടടി അന്നെ, നല്ല മുഹൂർത്തം നോക്കി രാഹുകാലത്തിന് തുടങ്ങാം.
ആ അത് ദേ, ശരിയാ. ഞാൻ എന്റെ അന്നയെ പുകഴ്ത്തി പറയാണെന്ന് ചുമ്മാ വിചാരിക്കരുത്. ഇരിച്ചായ. പോ അവിടുന്ന്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 മാസം തികയുന്ന ദിവസം എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. നീ പോയി ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നേ. അല്ലേ എന്ത് പാവാന്നറിയോ അത്? അന്ന് ഈ പോസ്റ്റൽ കട്ട്ലേറ്റ് എന്റെ ജ്യേഷ്ഠന് കൊടുത്തു. അത് കഴിച്ചതിന് ശേഷം ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും കാലുകുത്തിയിട്ടില്ല. അവളിതേ പന്നിനെയിലല്ല പട്ടിനെയിൽ ഉണ്ടാക്കി തരും. മോന് വേണ്ടെങ്കിൽ അത് തുപ്പിക്കളാ. മക്കളെ, പിന്നെ വല്യപ്പൻ നമ്മുടെ കുടുംബത്തിൽ വന്ന ഇല്ല ഇല്ല കേട്ടാ. അവൾ ഇനി എന്തൊക്കെയാണ് അവൻ എന്തോ? ഉണ്ടാക്കിക്കൊണ്ടേ? ഏയ് ഒന്നുമില്ലടേ. താ ഇതിനു മുമ്പ് നിനക്കനെ കൊന്നിട്ടുണ്ടോ ചങ്ങാതി? ആ ആ, പേടിച്ചു തുടങ്ങി. എവിടെയാണവൻ? ആര്? നിന്റെ അളിയനാ? വവ്വാൽ. അതെവിടെയെന്ന് നോക്കാൻ. ആ, പട്ടിയുടെ മോനെ. എടാ അതൊരു എന്റെ അത് പൂവ് വെച്ചേക്കണ ഒരു ഇത് എവിടെ? എവിടെ എനിക്കറിയാൻ പറ്റുമോ? നോക്ക്, ദേ വരുന്നു, ദേ വരുന്നു. അടിക്കില്ല. മിസ്. മിസ്സാ? ആരാ മിസ്? ഇവിടുന്ന് അങ്ങനെ ഇവിടെ എന്റെ കൈ അടിക്കോ? വാടക വീട്ടിൽ കയറിയിട്ടാണ് വവ്വാൽ കളി. ഇയാളെ എന്താ ഈ കുത്തിയിട്ടവൻ? അടിക്ക്, അടിക്കാൻ എവിടെ? അയ്യോ, തലേന്ന് മുമ്പേ തൊപ്പി ഊരി. അന്നലെ ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നിന്നെ കൊണ്ടുവന്ന കാര്യം എനിക്കില്ല. നീ അടിക്ക. ദേ, ആ ലൈറ്റ് കളഞ്ഞു. അതിന് ഞാൻ ഇനി എവിടെ തത്തു? അടിക്കടോ. മുമ്പ് കളയണ്ട. മിസ് മിസ് രണ്ടാമത്തെ മിസ്. ഏത് മിസ്? ആരുടെ മിസ്? ഏയ് ഇതെന്താ എന്റെ നെഞ്ഞെത്തിക്ക് വരുന്ന കർത്താവേ? ഏയ് ഇത് എന്റെ അടുത്തേക്ക് വരുന്നു. അടിക്കണോ? കൊല്ലും ഞാൻ. നീ ഇയാളെ എന്താ ഇവിടെ, കാണിക്കണേ? ഇവിടെ. ഡപ്പ്. എന്റെ കൈയിടണി. പറഞ്ഞ ഒന്നും പറഞ്ഞു പട്ടി. അങ്ങോട്ട് വടിയടേ. ഇതാ വരുന്നു. ഇതാ വരുന്ന പോയത് പിന്നെ വരൂല്ലേ? പോയിട്ടില്ല. ദേ വരുന്നു. ദേ വരുന്നു. ദേ വരുന്നു. അതെ, എനിക്കൊരു കണ്ണാടി വെച്ച പോലെ ഉണ്ടല്ലോ, കൂളിംഗ് ഗ്ലാസ് കണ്ണാടി വെച്ച പോലെ. നിനക്ക് വല്ല നിറം മാറ്റം തോന്നുന്നുണ്ടോ? ഇതിനെന്താ വില? നിക്കടോടെ എന്താ വില ഇതിന്? 350 റുപ്യ. ഈ പഴയ ക്യാമറയ്ക്ക് അതെ, പുതിയ 1000 റുപ്യ കൊടുക്കണ്ടേ? ഇതില് കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റും കൊടുക്കാം. ഇതിലോ? അതെ, അപ്പൊ കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടൂല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടാലോ? കളറും കിട്ടൂല. താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ടേട്ടാ. എനിക്കങ്ങനെ തർക്കിച്ചിക്കാണ്ടല്ല. അതെന്താ, തനിക്ക് ബാങ്കിൽ വല്ല പണി? ബാങ്കിലെ പോലെയല്ല, ഇത് മാത്രല്ല അനവധി സാധനങ്ങൾ വേറെയും കൊണ്ട് വിൽക്കാനുള്ളതാ. ഇതുപോലൊരു ക്യാമറ എന്റെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് നോക്കാൻ പറ്റും. ഇവിടെ നിൽക്കേ. ഇതിന്റെ ശരിയായിട്ടുള്ള വില എന്താ? 300 റുപ്യ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു 250 രൂപ വരട്ടെ. ഇതിന്റെ പകുതി തരാം. എന്നൊരു കാര്യം ചെയ്യാം, എന്റെ പകുതി കൊടുത്തായോ? നിങ്ങളെ ക്യാമറ കണ്ടോട്ട് വേറെ പണിയുണ്ട് ഇവിടെ. ക്യാമറ നിക്ക് 5 പേരെ എണ്ണുന്നതിനകത്ത് എന്നെ വിളിച്ചാൽ ഞാൻ വരും. വണ്ടി കേറിയ പിന്നെ ഞാൻ ഇറങ്ങില്ല. ഇറങ്ങണ്ട. അല്ല, ഈ 5 എന്നുള്ളത് 10 പേരാക്കിക്കൂടെ? അപ്പൊ വെറുതെ വരും. അല്ല, അതിലേക്ക് വേറെ ആരും വന്നാലോ? 1 2 ഹലോ, എന്നെ വിളിച്ചു. ക്യാമറ. എന്നെ വിളിച്ചു ഒന്ന്. ആര്? ഞാൻ ക്യാമറ വിളിച്ചതാ. കളിയാക്കാൻ. ഹലോ, ആർക്കും വാങ്ങാ, ആ. ആർക്കും വാങ്ങാ. ഹലോ സാറേ, എന്താ? നഷ്ടാണ്, എന്നാലും വേണ്ടില്ല, കാശ് കൊടു. ഈ ക്യാമറയുടെ കവർ അവിടെ പോയി. കവറോ? മുങ്ങിക്കിട്ടിയ സാധനത്തിന് കവറും കോപ്പൊക്കെ ഉണ്ടാവോ? മുങ്ങിക്കിട്ടേ? പിന്നല്ലാതെ കസ്റ്റംസിനെ കണ്ട് കള്ളക്കടത്തിന് കടലിൽ താത്തിയ സാധനമാണിത്. ഞാൻ അതിന് കവർ എടുത്തു കൊടുക്കാൻ. അന്നേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പോലത്തെ ക്യാമറ തന്നെ കിട്ടി. എന്താ ഈ ഊട്ടിലൊക്കെ എനിക്ക് തോന്നുന്നത് ക്യാമറ വളരെ ചീപ്പാണ്.